നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരത്തിലെ ഓട്ടോ തൊഴിലാളി പ്രശ്നം എങ്ങുമെത്താതെ തുടരുന്നു. ഓട്ടോ ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ RTO ഓഫീസ് മാർച്ചുമായി ഓട്ടോ തൊഴിലാളികൾ. മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. നോർത്ത് സബ് ജില്ലാ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. 4 ദിവസങ്ങളിലായി 13 വേദികളിൽ നിറഞ്ഞാടി കുരുന്നുകൾ. അവസാന ലാപ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. പ്രഥമ M. രാഘവൻ മാസ്റ്റർ പുരസ്കാരം TKD മുഴപ്പിലങ്ങാടിന്. പുരസ്കാരം നാടക, കലാ, സാഹിത്യ, ശാസ്ത്ര മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക്. 7501 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം പിന്നീട് സമ്മാനിക്കും. വാർത്തകൾ വിശദമായി. നഗരത്തിലെ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് സാധിക്കാത്ത മേയറാണ് കണ്ണൂരിലുള്ളതെന്ന് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. അനധികൃത ഓട്ടോ സർവീസ് നടത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് ഓട്ടോ ലേബർ യൂണിയൻ CITUയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നിവിടെ സമരം സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ കാരണം ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഒരു RTO ഉണ്ട്. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ പറഞ്ഞു, ഓട്ടോറിക്ഷ മേഖലക്കകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസമായി ഈ മേഖലയിലെ സംഘടനകളും തൊഴിലാളികളും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്താ? അനധികൃത ഓട്ടോറിക്ഷ ഈ പട്ടണത്തിൽ പ്രവേശിച്ച് അവര് ജോലി ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിക്കൂടാ. ശരിയായ നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടതാണ് ഇവിടുത്തെ RTO ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ പ്രകാശ് സൂചിപ്പിച്ചല്ലോ, 6 മാസമായി ഈ മേഖലയിലെ തൊഴിലാളികൾ അവർക്ക് ഈ പട്ടണത്തിൽ അവർ ജോലി ചെയ്യുന്നവർ അവരുടെ പട്ടണത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതിന്റെ രേഖപ്പെടുത്തുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുത്ത തീരുമാനം നടപ്പാക്കാതെ RTO മേയറുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണെന്നതും പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഏതറ്റം വരെയുള്ള സമരവുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത ഓട്ടോ സർവീസ് തടയുക, ടൗൺ പാർക്കിംഗ് ഉള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, ടൗൺ പാർക്കിംഗ് ഉള്ള ഓട്ടോറിക്ഷകൾക്ക് മഞ്ഞ നിറം കർശനമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യൂണിയൻ ഏരിയ പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K. ജയരാജൻ, AV പ്രകാശൻ, കാടൻ ബാലകൃഷ്ണൻ, K. പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് C. ഷെരീഫ്, A. ജ്യോതി, C. സന്തോഷ്, P. അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലക്ഷം തൊഴിൽദാന പദ്ധതി നിർത്തലാക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 1 ലക്ഷം യുവ കർഷക സമിതി OYKACയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തോടൊപ്പം കോടതിയിൽ പോയാൽ ഇന്ന് മലയാളികൾ കോടതിയാണ് ആശ്രയിക്കുന്നത്. ഈ കർഷക സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി നിങ്ങളുടെ ചില്ലിക്കാശ് മുടക്കി കോടതിയിൽ പോയ സർക്കാരിന് ഉത്തരം പറയാൻ കഴിയാതെ വരും. എന്തുകൊണ്ട് നിങ്ങൾ വാക്കുപാലിക്കുന്നില്ല? എന്തുകൊണ്ട് സർക്കാർ ഈ കൃഷിക്കാരെ വിളിച്ച് പദ്ധതിയിൽ ചേർത്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കുന്നില്ല? ഇതിനെ കർഷക ക്ഷേമനിധി ലഭിച്ചാൽ പോരാ. ഇത് പ്രത്യേകമായ ഒരു പദ്ധതിയാണ്. അതിന് പ്രത്യേക OYKS ജില്ലാ പ്രസിഡന്റ് മാത്യു കൊച്ചുതറയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജാനകി പരിയാര മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിൽസൺ കൊട്ടിയൂർ, സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കൽ, തോമസ് കന്നുതൊട്ടിയിൽ, B. ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നവജാത ശിശു സംരക്ഷണ വാരാചരണം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ക്ലാസുകളും അത് ഗർഭിണിയാവുന്നത് മാത്രമല്ല, കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ ഇങ്ങോട്ട്
ഒട്ടേറെ ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ എല്ലാം ആരോഗ്യ വകുപ്പ്, വനിതാ ശിശു വകുപ്പ് എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഉണ്ടാവുന്ന ചില തെറ്റിദ്ധാരണകൾ, ഇപ്പോൾ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, പരമ്പരാഗതമായി നമുക്ക് ചില രീതികളുണ്ട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ചില രീതികളുമുണ്ട്. പരമ്പരാഗതമായ രീതി തെറ്റാണ് എന്ന് ഒരു ഭാഗം പറയുന്നുണ്ട്. ശാസ്ത്രീയമായി ഡോക്ടർമാർ പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്നും പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഏത് എന്നുള്ളത്, ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്കെല്ലാം പറയാൻ സാധിക്കുക. അതില് കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ മുലയൂട്ടുന്നത് മുതൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം നേരെ യൂട്യൂബിലേക്കായി. കാരണം യൂട്യൂബിൽ പോയിട്ട് എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞിനെ കുടിപ്പിക്കേണ്ടത്, അതായത് ആരൊക്കെയോ ഇട്ടിട്ടുള്ള ഒരു അറിവുമില്ലാത്ത, ശാസ്ത്രീയമായ ഒരു പഠനവും നടത്താതെ ചില ആളുകൾ യൂട്യൂബിൽ പല ഉപദേശങ്ങൾ നൽകുകയാണ്. അത്തരം യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അങ്ങനെ യൂട്യൂബ് വീഡിയോയെ ആസ്പദമാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് നമുക്ക് പൊതുവെ പറയാനുള്ളൊരു കാര്യം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എം പി ജീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി കെ അനിൽകുമാർ വാരാചരണ സന്ദേശം നൽകി സംസാരിച്ചു. ഡോക്ടർ ഉഷ കൊവ്വൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ ലേഖ വി, ഡോക്ടർ അശ്വിൻ ജി തുടങ്ങിയവർ സംസാരിച്ചു. തളിപ്പറമ്പിൽ നിന്നും വാഷ് പിടികൂടി. എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ കെ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടുവിൽ, ഉത്തൂർ, പോത്തുംകുണ്ട്, താറ്റിയാട്, വിളക്കണ്ണൂർ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് പോത്തുംകുണ്ട് തോട്ടുചാലിന് സമീപത്തു നിന്നും ഉടമസ്ഥനില്ലാത്ത നിലയിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ 205 ലിറ്റർ വാഷ് പിടികൂടിയത്. ഉടമസ്ഥനില്ലാത്ത നിലയിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തി 205 ലിറ്റർ വാഷാണ് കണ്ടെടുത്ത് നശിപ്പിച്ചത്. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ പി ആർ സജീവ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീഷ് കെ, പി സൂരജ്, പി ആർ വിനീത്, എക്സൈസ് ഡ്രൈവർ അജിത് പി വി തുടങ്ങിയവരുമുണ്ടായിരുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ ഓട്ടോ തൊഴിലാളി പ്രശ്നം എങ്ങുമെത്താതെ തുടരുന്നു. ഓട്ടോ ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ RTO ഓഫീസ് മാർച്ചുമായി ഓട്ടോ തൊഴിലാളികൾ. മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. നോർത്ത് സബ് ജില്ലാ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. 4 ദിവസങ്ങളിലായി 13 വേദികളിൽ നിറഞ്ഞാടി കുരുന്നുകൾ. അവസാന ലാപ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. പ്രഥമ M രാഘവൻ മാസ്റ്റർ പുരസ്കാരം TKD മുഴപ്പിലങ്ങാടിന്. പുരസ്കാരം നാടക, കലാ, സാഹിത്യ, ശാസ്ത്ര മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക്. 7501 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം പിന്നീട് സമ്മാനിക്കും. വാർത്തയിലേക്ക്. 4 ദിവസങ്ങളിലായി നടന്നുവന്ന കണ്ണൂർ നോർത്ത് സബ് ജില്ലാ കലോത്സവത്തിന് ഇന്ന് സമാപനം. 13 വേദികളിലായി 6500 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അവസാന നിമിഷങ്ങളിൽ നടന്നത്. മത്സരങ്ങൾ തുടങ്ങാൻ കാലതാമസമുണ്ടായതും മറ്റു കാരണങ്ങൾ കൊണ്ടും സമാപന സമ്മേളനം വൈകിയായിരുന്നു നടന്നത്. സമ്മേളനം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. LP, UP, HS, HSS വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. അറബിക് സംസ്കൃതോത്സവവും ഇതോടൊപ്പം നടന്നു. ചിലങ്ക, വിഭജിക, വയലിൻ, മുരളിക, തമ്പുരു, തബല, ചേങ്ങില, തിമില, മിഴാവ്, ദഫ്, ഷഹനായി, തുടി, ശംഖ് എന്നിങ്ങനെയായിരുന്നു വേദികളുടെ പേരുകൾ. ഇന്നലെ നൃത്ത ഇനങ്ങൾക്കായിരുന്നു കൂടുതലും കാണികൾ ഉണ്ടായിരുന്നത്.
കണ്ണൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. പോലീസ് ടർഫ് ഗ്രൗണ്ടിൽ നടന്ന മത്സരം പ്രശസ്ത ഫുട്ബോൾ താരം CK വിനീത് ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ ആശംസകളും. ആദ്യം ഈ പരിപാടി ഒഫീഷ്യലായി ഇനാഗുറേറ്റ് ചെയ്ത് അറിയിക്കുന്നു. സാധാരണ നമ്മൾ കാണുന്ന ഇപ്പോൾ നമ്മളിവിടുന്ന് ആരെങ്കിലും എലക്ട് ചെയ്ത് വിട്ടാൽ കാണുന്നത് എല്ലാവരെയും മേലോട്ട് നിൽക്കുന്നത് മാത്രമാണ്. നമ്മളെ ഗവൺമെന്റ് നമ്മളെ താഴോട്ടേക്ക് ഇറങ്ങി വരുവാണ്. നമ്മൾ സാധാരണക്കാരെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ കാണാനും പഠിക്കാനും ഇപ്പൊ ചെയ്തതിന്റെ കൂടെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക. അതേപോലെ ഇനി കളിയിലെ കാര്യങ്ങളിലേക്ക് പോവാം. നല്ലോണം കളിക്കുക. കുട്ടികളെ കളി ആദ്യം എനിക്ക് തോന്നുന്നു നമ്മളെ പെൺകുട്ടികളെ കളിയാന്ന് തോന്നുന്നു. എല്ലാവരും നല്ലോണം കളിക്കുക. ഈ ടൂർണമെന്റിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുടിയുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഒരു ബൃഹത്തുമായ സന്ദർശനം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയുടെ അനുബന്ധമായി കളിക്കളങ്ങളിലും കളിക്കാരും ഒക്കെ ഇറങ്ങി ആവേശനിർഭരമായ പിന്തുണയും സഹായം നൽകുന്ന അഭിമാനോജ്വലമായ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട നമ്മുടെ താരങ്ങൾ ഇവിടെ എനിക്കറിയിട്ടുള്ളത്. നമ്മുടെ യുവാക്കൾ ഇവിടെയുണ്ട്. പല ഭാഗത്തു വന്ന താരങ്ങളാണ്. അവരെല്ലാം ഞാൻ അഭിവാദനം ചെയ്യുന്നു. കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി മന്ത്രിസഭയിലെ അംഗങ്ങളാകെ ഒന്നിച്ചൊരു വേദിയിൽ അണിനിരക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ രൂപപ്പെടുന്നു. ജനങ്ങളുടെ പരാതികൾ, അഭിപ്രായങ്ങൾ കേൾക്കാൻ, അതിനൊപ്പം അതിന് പരിഹാരങ്ങൾ കാണാൻ അതിന്റെ തീവ്രമായ പരിപാടി കണ്ണൂരിൽ നടക്കുകയാണ്. അനുബന്ധ പരിപാടി എന്ന നിലയിലാണ് ഈ ഫുട്ബോൾ മത്സരവും ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാം നമ്മുടെ നവകേരള സദസ്സിന്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ ഇത് മാത്രമാണ് നവകേരള സദസ്സിന്റെ ആമുഖമായി പറയാനുള്ളത്. കാഞ്ഞിരോട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, കുവൈത്ത് കാഞ്ഞിരോട് മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി എന്നിവ സംയുക്തമായി സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 8:30 കാഞ്ഞിരോട് KMJ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ചെയർമാൻ കൃഷ്ണനാഥ പൈ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഹർഷ ഗംഗാധരൻ ബോധവൽക്കരണ ക്ലാസ് നടത്തും. നവകേരള സദസ്സിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷൻ CDSന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുകൾ നൽകി. കണ്ണൂർ MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 900 പൊതിച്ചോറുകളാണ് നൽകിയത്. CDS ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി, CDS മെമ്പർമാർ, ADS ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1750 കുടുംബശ്രീയിലുള്ള അംഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് 900 ഊണാണ് ഇന്നിവിടെ ആശുപത്രിയിൽ കിടപ്പിലായ രോഗികൾക്കും അവരോടൊപ്പം കൂട്ടുനിൽക്കുന്നവർക്കും നൽകുവാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കുടുംബശ്രീ അംഗങ്ങളാണ് ശേഖരിച്ചത്. ഒരു നേരത്തെ ആഹാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട കാര്യമേ അല്ല. വയറു നിറച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എത്രയോ പാവപ്പെട്ടവരാണ് സർക്കാർ ആശുപത്രിയിൽ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. കുടുംബശ്രീ ആരംഭിച്ച ശേഷം കുടുംബശ്രീയിലെ ഓരോ പ്രവർത്തനങ്ങളും ഇതുപോലെ മാതൃകാപരമാണ്, വലിയ സ്നേഹമുള്ളതാണ്. ഈ പരിപാടി നമ്മുടെ നവകേരള സദസ്സിനെ ബന്ധപ്പെട്ട പരിപാടി. മട്ടന്നൂർ നഗരസഭാ കൌൺസിലർ കുഴഞ്ഞു വീണു മരിച്ചു. നഗരസഭാ കൌൺസിലർ KV പ്രശാന്താണ് കുഴഞ്ഞു വീണു മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മൃതദേഹം മട്ടന്നൂർ നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചു. പ്രഥമ N രാഘവൻ മാസ്റ്റർ പുരസ്കാരത്തിന് TKD മുഴപ്പിലങ്ങാട് അർഹനായതായി സംഘാടകർ അറിയിച്ചു. കടമ്പൂർ പാട്യം ഗോപാലൻ സ്മാരക വായനശാലയുടെ സ്ഥാപക പ്രസിഡന്റും തലശ്ശേരി ബ്രണ്ണൻ സ്കൂൾ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന M രാഘവൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്.
നാടകകല, സാഹിത്യം, ശാസ്ത്രം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയെ മുൻനിർത്തിയാണ് പുരസ്കാരം നൽകുന്നത്. വായനശാലയുടെ സ്ഥാപക പ്രസിഡന്റും തലശ്ശേരി ബ്രണ്ണൻ സ്കൂൾ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന എം രാഘവ മാസ്റ്ററുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയ ആദ്യ എം രാഘവൻ മാസ്റ്റർ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ TKD മുഴപ്പിലങ്ങാടിന് നൽകുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പുരസ്കാര നിർണയ സമിതി തീരുമാനിച്ചു. കലാ, സാഹിത്യം, ശാസ്ത്രം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് എം രാഘവൻ മാസ്റ്റർ പുരസ്കാരം നൽകുന്നത്. 7,501 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യ, നാടക പ്രവർത്തനങ്ങളിലെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ പുരസ്കാര സമിതി തിരഞ്ഞെടുത്തത്. നാടകം, ബാലസാഹിത്യം, നോവൽ രചന തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ കഴിഞ്ഞ 6 ദശകങ്ങളായിട്ട് അദ്ദേഹം വ്യാപൃതനാണ്. നാടകകല, സാഹിത്യം, ശാസ്ത്രം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയെ മുൻനിർത്തിയാണ് പുരസ്കാരം നൽകുന്നത്. 7,501 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യ, നാടക പ്രവർത്തനങ്ങളിലെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് TKD മുഴപ്പിലങ്ങാടിനെ തെരഞ്ഞെടുത്തത് എന്ന് പുരസ്കാര സമിതി അറിയിച്ചു. നോവൽ, നാടകം, ബാലസാഹിത്യം, ജീവചരിത്രം എന്നീ വിഭാഗങ്ങളിലായി 44 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംഗീത നാടകം, ബാലെ, വിൽ, കലാമേള ഇനങ്ങളായി 31 കൃതികളും TKD രചിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ A. വത്സലൻ, CK ബാബുരാജൻ, A. മോഹനൻ, സുരേഷൻ MM തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചിറക്കൽ പഞ്ചായത്തിൽ നടത്തിയ റെയ്ഡിൽ മാലിന്യ സംസ്കരണത്തിന് വീഴ്ച വരുത്തിയ സ്കൂളിനും സ്ഥാപനത്തിനുമെതിരെ പിഴ ചുമത്തി. ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 10,000 രൂപയും സ്കൂൾ ക്യാന്റീന് 5,000 രൂപയും മൈ മാർട്ട്, സൂപ്പർ മാർട്ട്, മന്ന എന്നീ സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ വീതവുമാണ് പിഴ ചുമത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ചിറക്കൽ പഞ്ചായത്തിലെ 15 സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയത്. പരിശോധനയിൽ സ്കൂളിലെ ക്യാന്റീനും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യൽ, മലിനജലം തുറസായ സ്ഥലത്ത് ഒഴുക്കിവിടൽ, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിക്കൽ, നിരോധിത ഏക ഉപയോഗ ഡിസ്പോസൽ പ്ലേറ്റുകൾ, കപ്പുകൾ എന്നിവ സ്റ്റോക്ക് ചെയ്യൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കാണ് പിഴ ഈടാക്കിയിട്ടുള്ളത്. ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 10,000 രൂപയും ചിറക്കൽ രാജാസ് ക്യാന്റീനിന് 5,000 രൂപയുമാണ് പിഴയിട്ടത്. മൈ മാർട്ട്, സൂപ്പർ മാർട്ട്, മന്ന എന്നീ സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ വീതമാണ് പിഴ. പരിസര മലിനീകരണം, നിരോധിത ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പിഴ ചുമത്തി നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം. കണ്ടെത്തിയ പോരായ്മകൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ സുമേഷ് MD, സിറാജുദ്ദീൻ K, നിതിൻ വത്സലൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷാൻ MM തുടങ്ങിയവരും പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് വിദൂര വിഭാഗം വഴി ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സമിതി പാരലൽ കോളേജ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മഹാറാലിയും സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സംഗമവും സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ റാലി സമാപിച്ചു. തുടർന്ന് ചേംബർ ഹാളിൽ സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സംഗമം LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പാരലൽ കോളേജ് അടക്കമുള്ള സമാന്തര മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. സംസ്ഥാന സർക്കാർ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയതോടെ കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് വിദൂര വിഭാഗം കോഴ്സുകൾ തുടങ്ങാൻ പാടില്ലെന്ന് നിയമമുണ്ടാക്കിയിരിക്കുകയാണ്. ഇതോടെ അഫ്സൽ ഉലുമ കോഴ്സുകളിലൂടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും പഠിക്കുന്ന 10,000-കണക്കിന് കുട്ടികളും ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന അധ്യാപകരും പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈയൊരു സാഹചര്യത്തിലാണ് മഹാറാലി സംഘടിപ്പിച്ചത്. റാലിയിൽ വിവിധ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5,595 രൂപ, പവന് 44,760 രൂപ, വെള്ളി 76 രൂപ. അറിയിപ്പ്:
മൈക്രോ സംരംഭക കൺസൾട്ടന്റ് നിയമനം. കുടുംബശ്രീ ജില്ലാ മിഷൻ സംരംഭക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി മൈക്രോ സംരംഭക കൺസൾട്ടന്റുമാരെ തിരഞ്ഞെടുക്കുന്നു. കുടുംബശ്രീ അംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയ ബിരുദവും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും 22-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും വയസ്സും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതമുള്ള അപേക്ഷ നവംബർ 21-നകം കുടുംബശ്രീ ജില്ലാ മിഷൻ BSNL ഭവൻ 3-ാം നില സൗത്ത് ബസാർ കണ്ണൂർ 2 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ അധ്യയന വർഷം 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് സ്കീം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-7 ക്ലാസുകളിൽ നേടിയ ഗ്രേഡിന്റെയും പാഠ്യേതര പ്രവർത്തന മികവുകളുടെയും കുടുംബ വാർഷിക വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി 10ാം ക്ലാസ് വരെ പ്രതിവർഷം 4500 രൂപ ലഭിക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിശ്ചിത മാതൃകയുള്ള അപേക്ഷ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെട്ട ബ്ലോക്ക് അഥവാ മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ നവംബർ 30-നകം നൽകണം. ഭരണാനുമതി ലഭിച്ചു. AM ഷംസീർ MLAയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 2.99 ലക്ഷം രൂപ വിനിയോഗിച്ച് തലശ്ശേരി മണ്ഡലത്തിലെ 19 സ്കൂളുകളിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകി. KV സുമേഷ് MLAയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 3.55 ലക്ഷം രൂപ വിനിയോഗിച്ച് അഴീക്കോട് മണ്ഡലത്തിലെ കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷൻ 3 പള്ളിക്കുന്ന് ജംഗ്ഷൻ, ഡിവിഷൻ 13 ലക്ഷം വീട് കോളനി എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും 12 ലക്ഷം രൂപ വിനിയോഗിച്ച് പള്ളിക്കുന്ന് സോണൽ പള്ളിക്കടുത്ത് ദേവി റോഡിൽ ഡ്രെയിനേജ് നിർമ്മാണ പ്രവൃത്തികൾക്കും ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകി. ഗസ്റ്റ് അധ്യാപക നിയമനം. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ കോളേജിൽ കെമിസ്ട്രിയിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് നെറ്റ് അഥവാ PhD ഉള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നവംബർ 23 രാവിലെ 10:30 പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. KSEBയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ. KSEBയിൽ വിവിധ ഉപഭോക്താക്കൾ സ്ഥാപനങ്ങൾ ഇതുവരെ വരുത്തിയ വൈദ്യുത ചാർജ് കുടിശ്ശിക തീർപ്പാക്കുന്നതിന് പലിശ ഇളവുകൾ നൽകി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നു. കുടിശ്ശിക കാലയളവ് 15 വർഷത്തിന് മുകളിലുള്ളവർക്ക് 4%, 5 മുതൽ 15 വർഷം വരെയുള്ളവർക്ക് 5%, 2 മുതൽ 5 വർഷം വരെയുള്ളവർക്ക് 6%മാണ് പലിശ നിരക്ക്. മുതലും പലിശയും ഒന്നിച്ചടക്കുന്നവർക്ക് പലിശയിൽ വീണ്ടും 2% ഇളവ് ലഭിക്കും. നിലവിൽ കോടതി കേസുകളിൽ ഉൾപ്പെട്ട ഉപഭോക്താക്കൾക്കും കേസുകൾ പിൻവലിച്ച് ഇതിന്റെ ആനുകൂല്യം നേടാം. കൊട്ടേഷൻ. ആറളം പുനരധിവാസ മേഖലയിൽ ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സമായി നിൽക്കുന്ന വിവിധ ഇനത്തിൽപ്പെട്ട 88 മരങ്ങൾ മുറിക്കുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. നവംബർ 23 ഉച്ചയ്ക്ക് 2 മണിവരെ കൊട്ടേഷൻ സ്വീകരിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ ഓട്ടോ തൊഴിലാളി പ്രശ്നം എങ്ങുമെത്താതെ തുടരുന്നു. ഓട്ടോ ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ RTO ഓഫീസ് മാർച്ചുമായി ഓട്ടോ തൊഴിലാളികൾ. മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. നോർത്ത് സബ് ജില്ലാ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. 4 ദിവസങ്ങളിലായി 13 വേദികളിൽ നിറഞ്ഞാടി കുരുന്നുകൾ. അവസാന ലാപ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. പ്രഥമ M രാഘവൻ മാസ്റ്റർ പുരസ്കാരം TKD മുഴപ്പിലങ്ങാടിന്. പുരസ്കാരം നാടക, കലാ, സാഹിത്യ, ശാസ്ത്ര മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക്. 7501 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം പിന്നീട് സമ്മാനിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.